നമസ്കാരം. അതിഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പിന്നണി ഗാന രംഗത്ത് നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന രതീഷ് കുമാർ പല്ലവിയാണ്. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് താങ്കളോട് പറയാനുള്ള ഒരു പാട്ട് പാടാൻ തന്നെയാണ്. വളരെയധികം സന്തോഷം. എന്തായാലും കണ്ണൂർ വിഷൻ്റെ ഈ ഒരു അതിഥി എന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ ഒരു വലിയ നമസ്കാരം. അപ്പം ഷനിത് ഭായിക്കും നല്ലൊരു പാട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, കാരണം അത്രയേറെ പാട്ടുകൾ ഇന്ന് നമുക്കുണ്ട്. എന്തായാലും എൻ്റെ മനസ്സിൽ വരുന്ന എനിക്കേറെ ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പാടാം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അതേപോലെ ഈ കുട്ടിക്കാലം മുതലേ ഈ പാട്ട് പഠിക്കാറുണ്ടായിരുന്നു? കുട്ടിക്കാലം മുതൽ വീട്ടിലെ അമ്മ അത്യാവശ്യം പാടും. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അമ്മ പാടും, അമ്മയുടെ അച്ഛൻ പാടും. അങ്ങനെ ഒരു സംഗീത ഒരു പാടാനുള്ള ഒരു വാസന കിട്ടിയിട്ടുണ്ട് ജന്മസിദ്ധമായിട്ട്. പഠിക്കാൻ തുടങ്ങിയത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിന് മുന്നേ ഈ നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ അംഗനവാടി കലോത്സവം അങ്ങനെയൊക്കെ പാടി വരുന്നുണ്ട്. പക്ഷെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു 9ാം വയസ്സ് അപ്പോഴാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. മത്സരരംഗത്തൊക്കെ ഉണ്ടായിരുന്നു? അത് ആ വർഷം തൊട്ട് തന്നെ ക്ലാസിക്കൽ ഉണ്ടായിരുന്നില്ല. സ്കൂൾ സബ് ജില്ലാ കലോത്സവങ്ങളിൽ ഈ ലളിത സംഗീതം, കവിത, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട് അങ്ങനെയൊക്കെ മാഷന്മാർ പഠിപ്പിക്കുന്ന, ഞാൻ പാപ്പനശ്ശേരി SLP സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് മത്സരിച്ചു. സ്കൂളിൽ സബ് ജില്ല, പാപ്പനശ്ശേരി സബ് ജില്ലാ കലാപ്രതിഭയായിരുന്നു. അത് പിന്നെ ഒരു 10ാം ക്ലാസ് വരെ ഒരു 4, 5, 6, 7, 8, 9, 10 അതങ്ങനെ എല്ലാ വർഷവും LP, UP, ഹൈസ്കൂള് മേടിച്ചു. ഗുരുനാഥന്മാർ ആദ്യം ഞാൻ പഠിച്ചത് ഒരു രഞ്ജിനി ടീച്ചർ എടുക്കുന്നായിരുന്നു. പിന്നീട് അനിത സുനന്ദ എന്ന് പറഞ്ഞ ടീച്ചർ, പിന്നെ അഴീക്കോട് ഗോപിനാഥൻ ഭാഗവതർ, പിന്നെ ചാല പ്രേമരാജൻ മാഷ്, ഫസ്റ്റ് ചേർത്തല സന്തോഷ് കുമാർ, അവസാനം തലശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൽ ബാലൻ മാഷ്, ഇവരൊക്കെയായിരുന്നു എൻ്റെ ഗുരുനാഥന്മാർ. പിന്നീട് ഈ സംഗീതമാണ് തൻ്റെ വഴി എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? സംഗീതമാണ് എൻ്റെ വഴി എന്ന് ഞാൻ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 2 വർഷം അതേ ഫീൽഡിൽ ഞാൻ ജോലി ചെയ്തു. പക്ഷെ എന്നിട്ടൊന്നും മനസ്സങ്ങോട്ടേക്ക് നിന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെ അതുവരെ ഈ ചാനലുകളിലൊക്കെ, എല്ലാ ചാനലിലും ആ സമയത്തൊക്കെ മത്സര പരിപാടികളിലും ഒട്ടുമിക്ക ചാനൽ, എല്ലാ ചാനലിലും അങ്ങനെ കോമ്പറ്റീഷന് അവസാനം ഫൈനൽ വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈഫിൽ അങ്ങോട്ടേക്ക് ഒരു വഴിത്തിരിവാകുന്നത് അമൃത TVയുടെ സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ 2007 അന്നത് കഴിഞ്ഞു. അതിൻ്റെ അവസാനം 21 ഫൈനൽ സെലക്ഷനായി. ഒരു വർഷത്തിന് മുകളിൽ നീണ്ട റിയാലിറ്റി ഷോ ആയിരുന്നു. അതിൻ്റെ ഫൈനൽ 5 ഒരാളായി. അത് ആക്ച്വലി ശരിക്കും മ്യൂസിക്കിൽ കരിയറിൽ മൊത്തം അങ്ങോട്ട് മാറി എന്നുള്ള. അവിടുന്ന് മുതലാണ് ശരിക്കും മ്യൂസിക് മുഴുവൻ ഒരു പ്രൊഫഷനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അംഗീകരിക്കുന്നത്. അതുവരെ വലിയ പ്രശ്നമായിരുന്നു. കാരണം പാട്ടും കൊണ്ട് നടന്നാൽ എങ്ങനെ നമ്മളൊരു പ്രായം ഉണ്ടല്ലോ, ഒരു ജോലി നേടേണ്ട ഒരു പ്രായം. ഞാനൊരു 24ാം വയസ്സിലാണ് അന്ന് നമ്മളൊരു പങ്കെടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ ശരിക്കും ലൈഫ് മുഴുവൻ സംഗീതത്തിൽ തന്നെ. അതുവരെയും ക്ലാസ് എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രോഗ്രാമിന് പോകുന്നുണ്ടെങ്കിലും എപ്പോഴും വീട്ടിലും കുടുംബങ്ങളുടെ ഒക്കെ ഇടയിൽ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും കലാകാരന്മാർ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. സ്വയം തോന്നിയിട്ടുണ്ടാകും. പക്ഷെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ആത്യന്തികമായിട്ട് എന്താകണം എന്ന് നമ്മൾ സ്വയം ആഗ്രഹിക്കുന്നുവോ അതിന് ശ്രമിക്കുക. കാരണം ലക്ഷങ്ങൾ ബാക്കി എന്ത് ജോലി ചെയ്ത് പ്രതിഫലം കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നമ്മൾ ചെയ്യുക. ഈ റിയാലിറ്റി ഷോയിലെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ അന്ന് പോകുന്ന രതീഷ് അല്ല തിരിച്ചു. ഒന്നാമതെന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ
നമ്മൾ ഏറെ ആരാധിക്കുന്ന ഒരുപാട് പ്രതിഭകളാണ് നമ്മളെ വിലയിരുത്തുന്നത്. ഒന്ന്, അവർ പറയുന്ന കാര്യങ്ങൾ ആ സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വിഷമാണെങ്കിൽ പോലും പിന്നീട് നമ്മൾ അറിയാതെ ഇമ്പ്രൂവ് ചെയ്യാണ്. കാരണം ഓരോ ആഴ്ചയും ഷൂട്ടാണ്, അതിനുവേണ്ടി ഓരോ ആഴ്ചയും 4-5 പാട്ടുകളാണ് നമ്മൾ പാടുക. ഈ 4-5 പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി 40ഓളം പാട്ടുകൾ നമ്മൾ കേൾക്കണം. അത്രയും പാട്ടുകൾ നമ്മൾ സെർച്ച് ചെയ്യാൻ നിൽക്കും, അത് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ കുറ്റം പറയുമ്പോൾ തൊട്ടടുത്ത എപ്പിസോഡിൽ നമ്മളത് തെറ്റില്ലാതാക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കും. അപ്പം നമ്മളറിയാതെ നമ്മൾ ട്യൂൺഡാവാണ്. അവസാനം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ സിംഗിങ് സ്റ്റൈൽ തന്നെ അങ്ങോട്ട് മാറും. എന്തുകൊണ്ടും നമ്മളെ ഇങ്ങോട്ട് ഉരുക്കി തെളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ജഡ്ജിങ് പാനലൊക്കെ ആയിരുന്നു അന്ന് എം ജയേന്ദ്രൻ, ഉണ്ണി മേനോൻ, ചിത്ര അയ്യർ അവരായിരുന്നു പെർമനന്റ് ജൂറി. പിന്നെ ഒരുപാട് ഗസ്റ്റുകൾ, എല്ലാ സംഗീത സംവിധായകര്, സിനിമാ സംവിധായകർ, അങ്ങനെ ഒരുപാട് എല്ലാ ഗസ്റ്റുകളും വന്നിരുന്നു. അതേപോലെ എം ജയേന്ദ്രനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു തുടങ്ങിയത്? അത് ആ റിയാലിറ്റി ഷോയിൽ തുടങ്ങിയ ബന്ധമാണ്. അന്നും ഇന്നും ആ ഒരു ഗുരുനാഥന്റെ സ്ഥാനത്ത് അന്നും ഇന്നും കൂടുതലായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ മനസ്സിലെപ്പോഴും സാറ് വിളിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും മുട്ടടിക്കും. പക്ഷെ എന്നാലും സാറിൻ്റെ ആ ഒരു ബന്ധം, സ്നേഹബന്ധം ഇപ്പോഴും അറിയാം. അത് ഉണ്ട് തീർച്ചയായിട്ടും. ആ ഒരു ഗുരുനാഥന്റെ സ്ഥാനത്ത് ഇന്നും കാത്തു സൂക്ഷിച്ചു പോകുന്നു. സാറ് തന്നെയാണ് എന്നെ ഫിലിമിൽ ഫസ്റ്റ്. അതെങ്ങനെയായിരുന്നു ഫിലിമിലേക്കുള്ള ഒരു കടന്നു വരുമ്പോൾ? സൂപ്പർ സ്റ്റാർ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം സാറിൻ്റെ ഒരു വിളിയാണ്, ഒരു പടം, നമുക്കൊരു പാട്ടൊന്ന് പാടി നോക്കാം, അത് ഓക്കെ ആണെങ്കിൽ, അതൊന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് പോവാണ്. അങ്ങനെ പാടി, സാർ അത് ഇഷ്ടപ്പെട്ടു. ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിലാണ് ആ പാട്ട് വരുന്നത്. തീർച്ചയായിട്ടും. പാഴ്മുളം തണ്ടിൽ ഒരു പാതിര പാട്ടിൽ കുളിർ നൊമ്പര കുളിർ ചെണ്ടു മല്ലിക ചാഞ്ഞുറങ്ങും പോലെ മഴയുടെ മൈനേ മിഴി നനയല്ലേ, മനസ്സുകൾ ദൂരെ ദൂരെയോ. ആ ഗാനമായിരുന്നു. അതെ അതെ. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അതേപോലെ ഈ ഗാനരംഗത്ത് മെലഡികളോടാണ് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെലഡിയിലേക്ക് കൂടുതൽ ഇത് വന്നത്? കേട്ട് വളർന്ന സാഹചര്യം അതായിരുന്നു. അതായത് എൻ്റെ കുഞ്ഞിക്കാലത്ത് അമ്മയുടെ അച്ഛൻ പാടും അമ്മ പാടും എന്നൊക്കെ പറയുന്നില്ലേ, റേഡിയോ വീട്ടിൽ ഒരു അംഗമായിരുന്നു. അപ്പോൾ ഈ റേഡിയോയുടെ പാട്ടുകൾ കേട്ട് അമ്മ അതാണ് പലപ്പോഴും പാടി തന്നിട്ടുള്ളത്. അമ്മയുടെ അച്ഛൻ പലപ്പോഴും പല കളക്ഷൻസ്, ഓൾഡ് കളക്ഷൻസ് ഈ ടാപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യുന്നത് അത്തരം പാട്ടുകളാണ്. അതങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അതങ്ങ് ശീലമായി. ഈ മെലഡികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്, നമ്മളെ ഉള്ളിലേക്ക് എത്തുന്നത്. അതേപോലെ ഈ റേഡിയോയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, കുറെ കാലം റേഡിയോയിൽ ജോലി ചെയ്തിരുന്നു. അതെ അതെ, വിദേശത്ത്. അനുഭവം എങ്ങനെയായിരുന്നു? അവിടെയും എന്നെ റെഫർ ചെയ്യുന്നത് ശരിക്കും ജയേന്ദ്ര സാറ് തന്നെയാണ്. എൻ്റെ ലൈഫിൽ അന്നോട്ട് ഇന്ന് വരെ ഓരോ പോയിന്റിലും സാറിൻ്റെ ഒരു ഡിസിഷൻ ഉണ്ട് പലപ്പോഴും. റേഡിയോയിലെ അവിടെ ഞാൻ ദുബായ് റേഡിയോ ഏഷ്യയിലാണ്. അപ്പോൾ അവർക്കൊരു മ്യൂസിക് പ്രോഗ്രാം പ്രൊഡ്യൂസർ കം ആങ്കർ, രണ്ടും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരാളെ പറ്റുമോ എന്നുള്ള ഒരു ആലോചനയിൽ സാറിനെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ സാറിനോട് നോ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, പോയിട്ടൊരു 5 വർഷം നിന്നിട്ട് വരൂ. അങ്ങനെയാണ് ഞാൻ പോണത്. പോയി ഞാൻ ശരിക്കും ഒരു 6 വർഷത്തോളം 7 വർഷത്തിനടുപ്പിച്ച് നിന്നു. സാറിന്റെ പെർമിഷനോടെ തന്നെയാണ് ഹുസൈൻ ചേട്ടൻ പോകുന്നത്. ജോലിയും എടുത്തിട്ടല്ല, എനിക്ക് നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നതാണ്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ റേഡിയോയിൽ ഈ സംഗീത പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? റേഡിയോയില് ഞാനവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആകുമ്പോൾ കൂടുതലും ഞാൻ സംഗീത പ്രോഗ്രാമുകളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ എങ്ങനെ കൊണ്ടുവരാം അതൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. ചുമ്മാ കാരണം റേഡിയോയിലെ പാട്ട് വലിയൊരു ഘടകമാണ്. കാരണം നമ്മളൊരു എന്ത് പ്രോഗ്രാം ആയാലും കുറച്ചൊരു ബൈറ്റ് നമ്മുടെ ടോക്ക് കഴിഞ്ഞാൽ ഉടൻ അതിലൊരു പാട്ടിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കോമൺ 24 hours പാട്ടുകളുണ്ടാവും. കാരണം റേഡിയോ കേൾക്കുന്ന ആൾക്കാർ കൂടുതലും പാട്ടുകൾ കേൾക്കാൻ കൂടിയാണ്. ഗൾഫിലാണെങ്കിൽ പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും ജോലിക്കിടയിൽ പോലും റേഡിയോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, TV അല്ല. കാരണം എല്ലാവരും ഡ്രൈവിങ്ങിലായിരിക്കും. തൊഴിലിനിടയിലും അതിൻ്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ജോലി, ഈ റേഡിയോ ആണ്. അപ്പോൾ എങ്ങനെ വ്യത്യസ്തം കൊണ്ടുവരാം? അപ്പോൾ അങ്ങനെ നമ്മൾ പാട്ടിൻ്റെ പിറകിൽ ഒരുപാട് ഗവേഷണം, എങ്ങനെയൊക്കെ വെറൈറ്റി പ്രോഗ്രാംസ് ചെയ്യാം, ഇന്ന കാലഘട്ടം
ചിലപ്പോൾ ചില പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് 1 മണിക്കൂറിനുള്ളിൽ 1970 തൊട്ട് അല്ലെങ്കിൽ ഒരു 90 വരെയുള്ള ഇന്ത്യൻ നമ്മൾ തിരഞ്ഞെടുത്ത കുറേ ഭാഷകൾ, തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം, ഇതിലൊക്കെ ഏത് പാട്ടും ആവശ്യപ്പെടാം ലൈവായിട്ടൊക്കെ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു കളക്ഷൻ, ഒരു പാട്ടുകളെ പറ്റിയിട്ടും പിന്നെ അത്രയും നമ്മളൊരു അതാകുമ്പോൾ ജനങ്ങളെല്ലാം വിളിക്കും. പഴയ ഒന്നാമത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളം മാത്രമല്ല മനസ്സിൽ സൂക്ഷിക്കുന്നത്, ഒരു വകയില്ല ഇഷ്ടപ്പെട്ട ഭാഷകളൊക്കെ ഉള്ള പാട്ടുകൾ. റഫീ സാബിനോട് ആരാധിക്കുന്നവരാണ് നമ്മൾ. ഹിന്ദിയുടെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും ഗസൽസ് പോലും നമ്മൾ അർത്ഥം അറിയാതെ കേട്ട് ആസ്വദിക്കുന്നത് അതിന്റെ ഒരു ആരാധന കൊണ്ടാണ്. അതേപോലെ തന്നെ റേഡിയോയിൽ നിന്ന കാലത്ത് തന്നെ ഒരുപാട് സംഗീതജ്ഞരെ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേരെ പരിചയപ്പെടാൻ, ഒരു 10-40-ലധികം പ്രതിഭകളെ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ, അവരോടൊക്കെ സംസാരിക്കാൻ ഒക്കെ ഒരു ഭാഗ്യം. ഒരുപാട് ഒപ്പം ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കൂടെ സ്റ്റേജിൽ പാടാൻ ഒക്കെ അവസരങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോഴ് ഈ ഗാനരംഗത്താണോ അല്ലെങ്കിൽ സംഗീതം നൽകാനാണോ, ഏത് മേഖലയിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും ശ്രമിക്കുന്നത്? ശരിക്ക് ഗാന രംഗത്തായാലും ഗായകൻ എന്ന നിലയിലായാലും സംഗീത സംവിധാന രംഗത്തായാലും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ രംഗത്തായാലും എല്ലാത്തിലും ഞാൻ നിൽക്കുന്നത് സംഗീതത്തിലാണ്. സംഗീതത്തിൻ്റെ എല്ലാം ഞാൻ സ്പർശിക്കുന്നതെല്ലാം മേഖല എന്ന് പറയുന്നത് സംഗീതം തന്നെയാണ്. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴായാലും 24 hours മ്യൂസിക് തന്നെയാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്. സംഗീതം ചെയ്യാൻ അവസരം വരുമ്പോൾ സംഗീതം ചെയ്യുന്നു, ഓർക്കസ്ട്രേഷൻ ചെയ്യണം എന്ന് തോന്നുമ്പോൾ അത് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നു. കൂടുതലും എന്നിരുന്നാൽ പോലും ഒരു ഗായകൻ എന്ന നിലയിൽ അറിയപ്പെടാൻ തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്, ആഗ്രഹം. അതുപോലെ ഇപ്പോൾ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. എത്രത്തോളം ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്? ആൽബംസ് പാടിയതാണെങ്കിൽ തന്നെ ഒരു 10-100-ലധികം പാടിയിട്ടുണ്ട്. പിന്നെ കമ്പോസ് ചെയ്തതാണെങ്കിൽ തന്നെ ഒരു 10-50-ലധികം ഞാൻ ചെയ്തിട്ടുണ്ട്. പലതരത്തിൽ, അത് സംഗീതശില്പം ആയിക്കോട്ടെ, നോർമൽ ആൽബം ആയിക്കോട്ടെ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഭക്തിഗാനങ്ങളായിക്കോട്ടെ. ഈ ആൽബങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു, എല്ലാവരും ആൽബം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ശൈലിയിൽ എനിക്കിഷ്ടപ്പെട്ടൊരു ലെവലിലാണ് കമ്പോസ് ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു നിർബന്ധിതമായ രീതിയിലേക്ക് ഒരിക്കലും ചെയ്യാറില്ല. അതായത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് ഒരു ശുദ്ധ സംഗീതം എപ്പോഴും നിലനിൽക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ മുകളിലാണ് പാട്ടുകൾ കമ്പോസ്. ഏതെങ്കിലും ഒന്നിക്കലൊരു രാഗത്തിലോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഒരു റൂട്ടിലാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്താൽ പോലും അതിനൊരു കേൾക്കാൻ ഇഷ്ടപ്പെടണം. അല്ലാതെ വെറുതെ ഓവർ പാട്ടിന് തന്നെയാണ് പ്രാധാന്യം, അല്ലാതെ ഓർക്കസ്ട്രേഷന് ഹെവി പ്രാധാന്യം കൊടുത്തുകൊണ്ട്. താങ്കൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആൽബത്തിലെ സോങ്? ആൽബം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പുതിയൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഒരു 4 ദിവസം മുമ്പ് ചെയ്താണ്. കറക്റ്റ് എനിക്ക് ലിറിക്ക് അങ്ങോട്ട് മനസ്സിലില്ല, എന്നാലും അനുപദം അനുപദം അഴകായൊഴുകുന്ന അനുരാഗ കല്ലോലിനി, അനുപദം അനുപദം അഴകായൊഴുകുന്ന അനുരാഗ കല്ലോലിനി, അനുഭൂതിയളന്നേകും ആനന്ദമായി നിറയൂ, അനുപദം അനുപദം. അതൊരു ലൈറ്റ് ഗസൽ മോഡ് ടൈപ്പിലുള്ള. ഗസലിനോട് വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട്. ഈ മേഖലയിൽ എന്തെങ്കിലും കൈവച്ചിട്ടുണ്ടോ? ഗസൽസ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഗസൽ ഹിന്ദിയും മലയാളവും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇഷ്ടംപോലെ ഷോ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നിട്ടൊരു 80-ലധികം സ്റ്റേജുകൾ ഞാൻ ആ ഒരു റൂട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പഴയകാല പാട്ടുകളും ബബ്രാജിന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് പാട്ടുകളും. അത് ഗസൽ മോഡ് തന്നെ, ഹാർമോണിയം, തബല, അക്കോസ്റ്റിക് ഗിറ്റാർ, ഒരു റിതം പാറ്റേണിൽ ഇഷ്ടംപോലെ ഒരുപാട് വേദികൾ ചെയ്യുന്നുണ്ട്. അതൊരു 2-2.5 മണിക്കൂർ. ഒപ്പം പാട്ടിന്റെ പിന്നാമ്പുറം പറഞ്ഞുകൊണ്ടും ടോക്കറ്റീവാണ് ഷോ. ഇങ്ങനെയും പാടുന്നതല്ല, ഒരു പാട്ടിന്റെ ഹിസ്റ്ററി, ആ പാട്ട് എങ്ങനെ ഉണ്ടായി, ആ പാട്ടിലേക്ക് ഞാൻ ആസ്വാദകരെ കൂട്ടി ഇങ്ങനെ അവരെയും കൂടി സംബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു. ഈ ഗസൽ പാടുമ്പോൾ അല്ലെങ്കിൽ ഗസൽ മൂഡിലേക്ക് പല പാട്ടുകളിലേയും കൊണ്ടുവരുമ്പം ആസ്വാദകരുടെ ഇടയിൽ നിന്നുള്ള ഒരു അനുഭവം എന്താണ്? അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം
ഈ ഇത്തരം പാട്ടുകളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ മറ്റ് പാട്ട് പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ഗാനമേള ഉൾപ്പെടെയുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പാടുന്നു, ആൾക്കാരിങ്ങനെ കൈകെട്ടിയിരിക്കുന്നു, പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൈ അടിക്കുന്നു, തീർന്നു. ഇത് നേരെ തിരിച്ചാണ്. ഇത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പം ഒരുപാട് ഇംപ്രവൈസേഷൻ ഒരുപാട് സാധ്യതയുണ്ട്. നമ്മളൊരു ഫിക്സഡ് ഒരു ഓർക്കസ്ട്ര നമ്മൾ പാടുന്ന സമയത്ത് ഇംപ്രവൈസേഷന് സാധ്യതയില്ല. നമ്മൾ എന്താണോ ഒറിജിനൽ വെച്ചിരിക്കുന്നത് അത് തന്നെ പാടണം. ഇത്തരം പ്രോഗ്രാമിന് എന്താ വെച്ചാൽ ഒരു മെഹഫിൽ മൂഡാണ്. അപ്പൊ നമ്മൾ ഒരു വരി തന്നെ നമ്മളൊരു ഡിഫറെന്റ് മനോധർമ്മം നമ്മൾ പാടുമ്പോൾ ഭയങ്കര പ്രാധാന്യമുണ്ട്. മനോധർമ്മം നമ്മൾ ചെയ്യുമ്പോൾ സദസ് അപ്പൊ തന്നെ അങ്ങോട്ട് അതിനെ സ്വീകരിക്കും. അപ്പൊ നമ്മളൊരു സാധനം കൂടെ എക്സ്ട്രാ പാടുമ്പോൾ അത് വിസിലായി, കയ്യടിയായി, ആരവങ്ങളായി. അപ്പൊ അതൊരു നമ്മളും അവരും ഒന്നാവുന്ന ഒരു അവസ്ഥയാണ്. അതൊരു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എനർജി ലെവൽ ഭയങ്കര ഒരു ഗസൽ മൂഡിലുള്ള ഒരു ഗാനം. ഗസൽ മൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ഒരു പ്രണയഗാനം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഫിലിം സോങ്ങിൽ ഗസൽസ് ചെയ്തിരിക്കുന്ന ബാബുക്കയാണ്. ബാബുക്കയുടെ ഒരു പാട്ട്, ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവാൻ, ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ, ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചോദിക്കുവാൻ. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ഏതായാലും നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അതേപോലെ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? കുടുംബത്തിന്റെ ഭാഗം കുട്ടിക്കാലം മുതലേ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട്. അമ്മ പാടും, അച്ഛൻ നല്ല സപ്പോർട്ടാണ്. അച്ഛനും അമ്മയും തന്നെയാണ് ഈ പാട്ട് പഠിപ്പിച്ചതും ആക്കിയതും ഒക്കെ. എനിക്കൊരു അനിയത്തിയാണ്, അവളും പാടും, പഠിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ രംഗത്ത് തന്നെ ഉണ്ട്. എനിക്ക് കല്യാണം ആലോചിച്ച് തന്നതും ഒരു കലാകാരിയെ തന്നെയാണ്. പുള്ളിക്കാരി ഡാൻസറാണ്. കുട്ടിക്കാലം മുതലേ ഡാൻസ് ക്ലാസിക്കലായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണശേഷം അതിനുശേഷം MA ഭരതനാട്യം ചെയ്തു. ഇപ്പം എനിക്ക് പല്ലവി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇരിണാവിലും പരിയാരത്തും 2 സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ വോക്കലും കീബോർഡും ഞാൻ പഠിപ്പിക്കുന്നു, ബാക്കി ഡാൻസ് വൈഫ് പഠിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരു 100-300 പിള്ളേരുണ്ട്. അപ്പോൾ ഫാമിലിയിൽ എത്തിയാലും നല്ല സപ്പോർട്ടാണ്. ഇപ്പം വൈഫിന്റെ ഫാമിലി ആയാലും ഒരു ഒരു നല്ല സപ്പോർട്ടീവാണ് 2 വീട്ടിലും. അതുകൊണ്ട് ഏത് പാതിരാത്രിക്കായാലും പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ കുടുംബം നല്ല ബാക്കിംഗ് തരുന്നതുകൊണ്ട് സന്തോഷമായിട്ട് പോകും. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സംഗീത രംഗത്തേക്ക് പുതുതായി കടന്നു വരുന്ന പ്രതിഭകൾ അവരെത്രത്തോളം ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ട്? നമ്മുടെ പഴയ കാലത്തെ ഈ ഗാനങ്ങളെയൊക്കെ ഈ അടിപൊളി പാട്ടിന്റെ ഒരു മേഖലയിലേക്കാണോ കൂടുതൽ പേർ പോകുന്നത്? അങ്ങനെ എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ മാറിയില്ലേ. നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ, ഇപ്പൊ എല്ലാം സ്പീഡല്ലേ. സ്പീഡാണ്. പണ്ട് കാലത്തൊക്കെ നമ്മളുടെ കുട്ടിക്കാലം പോലെ അല്ലല്ലോ. നമ്മളിപ്പോ ഒരുപാട് വർഷം പിറകിലെന്നല്ല പറയണം. പക്ഷെ നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മളിപ്പം ജീവിക്കുന്ന പോലെ എല്ലാവർക്കും തിരക്കാണ്. ആ തിരക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ട്, അത് നമ്മുടെ സംഗീതത്തിലും ഉണ്ട്. ഇപ്പൊ തന്നെ പറയാം. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു 2019 കഴിഞ്ഞ വർഷത്തില് ഒരു മലയാളത്തിൽ മാത്രം 300-ലധികം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, 500-ലധികം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു 10 പാട്ട് നമ്മളൊന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കണം. കാരണം എന്ന് വെച്ചാൽ അത്രയേറെ പാട്ടുകളും അത്രയേറെ പാട്ടുകാരും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പഴയ പാട്ടുകൾ ഓരോന്നും നമുക്ക് ഓർമ്മയുണ്ട്. പഴയ പാട്ടുകൾ നമ്മൾ ഒരു പാട്ട് ഇപ്പൊ തന്നെ ഒരു പരീക്ഷ എന്ന് പറഞ്ഞ, ഇപ്പൊ ഞാൻ നേരത്തെ ഒരു പുഷ്പം പാടുക, പരീക്ഷ എന്ന് പറഞ്ഞ ചിത്രത്തില് അതിലൊരു 8-10 പാട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഹിറ്റാണ്. നേരെ മറിച്ച് ഇപ്പോ അത് ഏത് പാട്ട്, അത് ആര് പാടി, ഒരു സിനിമാ പിന്നണി ഗായകൻ തന്നെ പറയുമ്പോൾ
നമ്മൾ ഉൾപ്പെടെ അദ്ദേഹം ഏത് സിനിമയിലാണ് പാടിയേ അതെ. എന്ന് നമ്മൾ സ്വയം പരിചയപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം എന്നാൽ സംഗീതത്തിൽ മാർക്കറ്റ് ഇല്ലേ, ഉണ്ട്, ജീവിക്കുന്നില്ലേ, പേരില്ലേ, ഉണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഇപ്പോൾ തന്നെ റിയാലിറ്റി ഷോ നോക്കിയേ, നമ്മൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ പുതിയ പാട്ടുകൾ കുട്ടികളാരും പാടുന്നില്ല, എല്ലാവരും പഴയതാണ് പാടുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത പുതിയതിനും പഴയതിലും ഉണ്ട്. പക്ഷെ പുതിയ കുട്ടികളും നല്ല രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ മ്യൂസിക്കിനെ കമ്പോസ് ചെയ്യുന്നു. ഒരുപാട് പ്രതിഭകൾ പുതിയ പാട്ടുകൾ ചെയ്യുന്നില്ലേ. എന്തോരം ജനറേഷൻ നമ്മളെ പരിചയത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർ ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടുകളും ഓർക്കസ്ട്രേഷനൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. എല്ലാവരിലും ഉണ്ട്, സംഗീതം എവിടെയും പോകണില്ല. പക്ഷെ ഓരോരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് പാട്ടുണ്ടാവുന്നു, കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അവസാനമായി ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൂടി, ഒരു പാട്ട് കൂടി. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. വളരെ മനോഹരമായിരിക്കുന്നു. നമ്മൾ മറ്റൊരു ലോകത്തെത്തിയതുപോലെ, ഒരു സംഗീത ലോകത്ത്. എന്തായാലും ഇനിയും ഈ മേഖലയിൽ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിഥി ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. സന്തോഷം.